ഡേവിഡ്, നിന്റെ കഥ തീർന്നടാ. ഗെയിം ആരംഭിച്ചില്ല, അപ്പോഴത്തേക്ക് എന്നെ കൊന്നുവല്ലേ. അത്രയും ബിൽഡപ്പ് എടുത്തപ്പോഴേ തോന്നിയതാ അവൻ ഔട്ടായി പോകുന്നു. ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നീ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മളെല്ലാവരും ഒരുമിച്ച് പോയിട്ട് ഉറങ്ങാം. വാ, എല്ലാവരും വാന്നേ. ഈ ഗെയിം ഇത്ര കളിക്കണമെന്ന് അത്യാവശ്യ? ഈ ഗെയിമേ നല്ലതല്ല. വാ വർഷ, നമുക്ക് പോയി ഉറങ്ങാം. ആ ശരി, എന്നാ കളിക്കാല്ലേ? നീ കളിക്കടാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഇപ്പൊ എന്താ ജോലി? എടാ നീ ഒന്ന് പോകുന്നുണ്ടോ? പോടാ, ഒന്ന് പോടാ. നമുക്ക് പോവാം. എന്താടാ വരുന്നില്ലേ? എന്തോ ചെറിയ പണിയുണ്ട്, നമുക്ക് പോവാം. ഈ സമയത്ത് എന്ത് ജോലിയടാ? ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ് ടാ. ഡേവിഡേ, ഡേവിഡ്, എനിക്കടാ, എനിക്ക് ഡേവിഡ്, 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 ഡേവിഡ്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. നമുക്ക് രവി ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ രവി. പറയേച്ചി. നമുക്കിപ്പോ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി തോന്നുക രവി. ചേച്ചി, ഇവിടുത്തെ അവസ്ഥ മോശമാണ്, നിങ്ങളിവിടെ വരണ്ട. ചേച്ചി, അപ്പൊ ഞാൻ ലാസ്റ്റ് അവന്റെ മുഖം ഒന്ന് കാണണ്ടെന്നാണോ? അല്ല ചേച്ചി, ഇതൊക്കെ നിങ്ങൾ ചെയ്തെന്നാണ് അവരുടെ വിചാരം. ചേച്ചി കരയില്ല ചേച്ചി, പ്ലീസ്, എനിക്ക് സത്യം എന്താണെന്ന് അറിയാം. ഞാൻ ഫോൺ വെക്കുകയാണേ, പിന്നെ വിളിക്കാം. ബൈ. കരയില്ലേ? ലാസ്റ്റ് ആയിട്ട് അവന്റെ മുഖം എന്ത് തവണ ഒന്ന് കാണാൻ വിചാരിച്ചതാ ഞാൻ. ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കഷ്ടകാലം ദേവിയുടെ അവസാനമായിട്ട് നമുക്കൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവന്റെ കല്ലറിൽ പോയിട്ട് നമുക്ക് അവനെ കാണാം. അവസാനമായിട്ട് നമ്മൾ അവിടെ പോയിട്ട് വേണം അവനോട് ഗുഡ് ബൈ പറയണമെന്ന് പോലെ. ഈ കേസല്ലേ, ഇതിനൊരു അവസാനമൊന്നുമില്ല. എന്ത് ചെയ്യാനാ? നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരൂ. കേസിന്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നേരിട്ട് സംസാരിക്കാം. നിങ്ങൾ സ്റ്റേഷനിലേക്ക് വാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. കേട്ടല്ലോ? ഓക്കെ. ഏയ് ശോഭൻ, നീ ഒന്നേ. സാർ,
പറയൂ സാർ. അടുത്ത ഏരിയയിൽ പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നീ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വാ. ഓക്കെ സാർ. സാർ കാശ് എടോ, ഏത് പോലീസുകാരാണോ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത്? അവൻ ചോദിക്കുമെന്ന് അറിയട്ടെ. ഓ ശരി സാർ. അനിയ, പറയൂ സാറേ. ആ മെനു തന്നെ. എന്നാ പിടിച്ചോ സാറേ. ചിക്കൻ കറി ഫ്രൈ. ആ ഒരു ചിക്കൻ ബിരിയാണി തന്നെ. ഓക്കെ സാർ. ഒന്നല്ലല്ലോ. ആ ഒന്ന് മതി. ആ ഡാ, ഒരു ചിക്കൻ ബിരിയാണി പാർസൽ. ഇന്നാ സാറേ, എടുത്തോളൂ. എപ്പോഴും ഇവന്മാർ കാശ് തരില്ല. സാറല്ലേ സാർ, കാശ് വേണ്ട. കുഴപ്പമില്ല, വെച്ചോട്ടോ. താങ്ക് യു സാർ. സാർ അവിടെ വയ്ക്കേ. അവർ കാശ് ചോദിച്ചായിരുന്നോ? ചോദിച്ചില്ല സാർ. എടോ, ഈ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട സാർ, എനിക്ക് വിശക്കുന്നില്ല. എന്തു പറ്റി ചേട്ടാ? ഇനി എന്തു പറ്റാനാ? ഈ കേസൊക്കെ ഡീൽ ചെയ്യാനായിട്ട് അത്ര പുറത്തൊന്നുമല്ല. പാർസൽ മേടിച്ചോണ്ട് വരാനോ വീട്ടുപണി ചെയ്യാനായിട്ടോ നമ്മളിവിടെ ഉള്ളത്. ഇതൊക്കെ എന്നാണോ മാറുന്നത്? നിങ്ങൾ എക്സ് ആവണം ചേട്ടാ. നിങ്ങൾ എസ് ആവുന്നവരെ ഈ ജോലിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ എസ് ഐക്ക് പ്രൊമോഷൻ മേടിച്ച് ഞാൻ എസ് ഐ എന്ന് വെച്ചാൽ എന്താണെന്ന് അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കും.